സ്റ്റെല്ലയുമായുള്ള ഡേവിഡിന്റെ യാത്ര തുടരുന്നു. കൊച്ചി നഗരത്തിന്റെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് തൃപ്പൂണിത്തറയോടടുത്തിരുന്നു അവർ. പിറവത്തിനടുത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണ് അവരുടെ ലക്ഷ്യം. ഡേവിഡിനവിടെ ഒരു ഒളിത്താവളമുണ്ട്. സ്റ്റെല്ലയുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്ത മയക്കുമരുന്ന് ഏകദേശം 3 മണിക്കൂറോളം അവളെ ഉറക്കത്തിൽ കിടത്താൻ പോന്നതായിരുന്നു. തൃപ്പൂണിത്തറ എത്തിയപ്പോൾ ഡേവിഡും നതാലിയും മുഖത്തെ മാസ്ക് ഊരി ഭാവി പരിപാടികൾ ചർച്ച ചെയ്തു. വാൾട്ടർ ലെവിൻ എന്നൊരു ഭീകരനുമായാണ് ഇനിയുള്ള ഏറ്റുമുട്ടൽ എന്ന് ഡേവിഡ് അവൾക്ക് വ്യക്തമാക്കി കൊടുത്തു. എന്നാൽ എല്ലാം നിസ്സംഗതയോടെ കേട്ടിരുന്നതല്ലാതെ അവൾ യാതൊന്നും തിരിച്ചു പറഞ്ഞില്ല. ഇതിനെല്ലാം ഇടയ്ക്ക് സ്റ്റെല്ലയുടെ ഫോൺ തുടർച്ചയായി ബില്ലടിക്കുന്നുണ്ടായിരുന്നു. നതാലിയ അത് സൈലന്റ് മോഡിലിട്ടിരിക്കുകയാണ്. ഒടുവിൽ ചേഞ്ച് ഓഫ് പ്ലാൻ നതാലിയ, ആ ഫോണിങ് തരൂ. ഞാൻ വാൾട്ടറെ അങ്ങോട്ട് വിളിക്കാം. കാര്യങ്ങൾ കുറച്ച് സ്പീഡാക്കാം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നമുക്കെല്ലാം തീരുമാനിക്കാം. സ്റ്റെല്ലയുടെ ഫോൺ വാങ്ങി നോക്കിയപ്പോഴാണ് അതിൽ നിന്നും കോൾ ചെയ്യാനാകില്ല എന്ന് മനസ്സിലായത്. പാസ്കോഡ് വേണം. ഡേവിഡ് വണ്ടി സൈഡിലേക്ക് ഒതുക്കി. എന്താ പെട്ടെന്ന് അങ്ങനെയൊരു തോന്നൽ? വാൾട്ടറെ വിളിക്കാൻ? നതാലിയ ചിരിച്ചു. പേടിയുണ്ടല്ലേ? അതല്ല, മിൽട്ടൺ ആണ് ഇതിന്റെ പിന്നിലെന്നും അയാളുമായാണ് വാൾട്ടർ ഡീൽ ചെയ്യേണ്ടതെന്നും നമ്മൾ അറിയിക്കേണ്ടേ? ഒപ്പം വാൾട്ടറുടെ നമ്പർ മിൽട്ടണ് കൈമാറുകയും വേണം. അതൊക്കെ എൻ്റെ കോൺട്രാക്റ്റിലുണ്ട്. അതാ ഞാനും ചോദിച്ചേ, പേടിയാണല്ലേ വാൾട്ടറിനെ? ഡേവിഡ് മറുപടി പറയാതെ ആ ഫോണിന്റെ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നു. ഏത് നിമിഷവും വാൾട്ടർ അല്ലെങ്കിൽ സ്റ്റെല്ലയുടെ അമ്മ വിളിക്കുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. പപ്പ ഇന്ത്യ കോളിംഗ്. ഫോൺ വൈബ്രേറ്റ് ചെയ്തു തുടങ്ങി. കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ഡേവിഡ് ആ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, മിസ്റ്റർ വാൾട്ടർ? യെസ്, ആരായത്? സ്റ്റെല്ല എവിടെ? മിസ്റ്റർ വാൾട്ടർ, ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ആരാണെന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല. സ്റ്റെല്ല ഇപ്പോൾ വളരെ സേഫായി എൻ്റെ കൂടെയുണ്ട്. യാതൊരുവിധ അപകടത്തിലുമല്ല അവൾ. യു ക്യാൻ ട്രസ്റ്റ് മീ. ഡേവിഡ്. വാൾട്ടർ ആ പേരുച്ചരിച്ചതും തൻ്റെ ഹൃദയത്തിൻ്റെ ഒരു മിടിപ്പ് തെറ്റിയത് അവൻ അറിഞ്ഞു. സുഹൃത്തെ, നീ ആരാണെന്ന് എനിക്കറിയില്ല. എന്താ നിന്റെ ഉദ്ദേശമെന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം. വരുന്ന 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ, വാൾട്ടർ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഇത്തരം ഭീഷണികൾ ധാരാളം കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അതും താങ്കളെക്കാൾ ഏറെ ഭീകരന്മാരിൽ നിന്ന്. അവിടെ നിനക്ക് തെറ്റി. എന്നേക്കാൾ ഭീകരനായിട്ടൊരാളെ നീ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അത് നീ കുറിച്ചു വെച്ചോ. എന്തുമായിക്കോട്ടെ, ഞാൻ വെറുമൊരു മിഡിൽമാൻ. നമ്മൾ തമ്മിലൊരു പ്രശ്നത്തിൻ്റെ ആവശ്യമില്ല. താങ്കളെ മിസ്റ്റർ മിൽട്ടൺ ലൂയിസ് ഉടൻ തന്നെ ബന്ധപ്പെടും. നിങ്ങൾ തമ്മിൽ സംസാരിക്കൂ. ഓഹോ, അങ്ങനെയാണല്ലേ? അപ്പുറത്തു നിന്നും വാൾട്ടറുടെ പൊട്ടിച്ചിരി മുഴങ്ങി. അവനാണല്ലേ നിന്റെ പിന്നിൽ? ഓ മാൻ, ഞാൻ കരുതി മിൽട്ടൺ വളരെ സ്മാർട്ടായ ഒരുത്തനാണെന്ന്. ഇന്നുവരെ ഒരുത്തനും ഇത്രകാലം എൻ്റെ കണ്ണു വെട്ടിച്ച് നടക്കാനായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കരുതി അവൻ എനിക്ക് ചേർന്ന ഒരു തികഞ്ഞ എതിരാളിയാണെന്ന്. പക്ഷേ അയാൾ വീണ്ടും ചിരിച്ചു. എൻ്റെ സ്റ്റെല്ലയെ വെച്ചാണ് അവൻ വിലപേശുന്നതെങ്കിൽ അവനെപ്പോലൊരു വിഡ്ഢി ഈ ലോകത്തില്ല. ആൻഡ് യു മൈ ഫ്രണ്ട്, മറക്കരുത്, വാൾട്ടർ ലെവിന് ഈ ലോകത്തിൽ വിലമതിക്കാനാവാത്ത ആകെ ഒരു സ്വത്തേ ഉള്ളൂ. നീ അതിലാണ് കൈവച്ചത്. യു മെയ്ഡ് എ ഹ്യൂജ് മിസ്റ്റേക്ക് ഡേവിഡ്, ആൻ ഇറിവേഴ്സിബിൾ മിസ്റ്റേക്ക്. വാൾട്ടർ. ഡേവിഡിൻ്റെ സ്വരം വിറച്ചു. ഞാൻ താങ്കളുടെ നമ്പർ അയാൾക്ക് കൈമാറും. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ തീർക്കുക. ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, സ്റ്റെല്ലയെ ഒരു പോറൽ പോലും പറ്റാതെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ഡേവിഡ് ഫോൺ കട്ട് ചെയ്തു. തുടർന്നുള്ള യാത്രയിൽ ഡേവിഡ് നിശബ്ദനായിരുന്നു. താൻ ഇത്രകാലം ചെയ്തിട്ടുള്ള ജോലികളിലൊന്നും തോന്നാത്ത ഭയം അയാളെ പിടികൂടി. രക്തം മരവിപ്പിക്കുന്ന ഒരുതരം ശബ്ദമായിരുന്നു വാൾട്ടറിൻ്റേത്. ഡേവിഡ്. നതാലിയെ വിളിച്ചു. നമുക്ക് പിന്നീട് സംസാരിക്കാം നതാലിയ. ഈ ബിസിനസ്സിൽ ഭയം എന്നൊരു ഓപ്ഷനില്ല ഡേവിഡ്. പിന്മാറാനാകില്ല നമുക്ക്. എനിക്കറിയാം. പക്ഷേ ഞാനിതാദ്യമായാണ് ഒരു പെൺകുട്ടിയെ വെച്ച് വിലപേശുന്നത്. അതും വാൾട്ടറിനെ പോലെ ഒരാളോട്. സ്വന്തം മകളെയൊക്കെ നഷ്ടമാകുന്നെന്ന് തോന്നിയാൽ വാൾട്ടറെ പോലെ ഒരാൾ എത്ര ഭീകരമായിട്ടായിരിക്കും പ്രതികരിക്കുക എന്ന് ചിന്തിക്കാൻ പോലുമാകില്ല. കേട്ടിടത്തോളം അയാളൊരു... എന്താ നിർത്തിയത്? വിട്ടേക്കൂ. നീ എന്തായാലും വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്ക് പോലും വിശ്വാസമില്ല. പിന്നെ പറഞ്ഞിട്ടെന്തിനാ? ബൈ ദ വേ, നമ്മൾ സ്ഥലത്തെത്തി. ഇതാണ് ഞാൻ ആ പറഞ്ഞ വീട്. കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ നതാലിയ ചുറ്റും നോക്കി. വാവ്! ശ്വാസം നിലച്ചു പോകുന്ന ആ ഗ്രാമീണ സൗന്ദര്യം അവളെ ആനന്ദഭരിതയാക്കി. യു ആർ സോ ലക്കി ഡേവിഡ്. എന്ത് ഭംഗിയാ കേരളം കാണാൻ. ഡേവിഡും അപ്പോൾ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. കേരളത്തിൻ്റെയല്ല,
മാസ്ക് ഇടാത്ത നതാലിയുടെ മുഖം അവൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. വനസൗന്ദര്യം. ഒരു പുലിക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കും പോലെ തോന്നി അയാൾക്ക്. പഞ്ചാബിയാണെന്ന് തോന്നുന്നു. അസാമാന്യ കരുത്തുള്ള ശരീരപ്രകൃതിയാണ്. ചിരിച്ചുകൊണ്ട് ഒരാളുടെ കഴുത്തരിഞ്ഞ് വീഴ്ത്താനുള്ള മനസാന്നിധ്യം അവൾക്കുണ്ടെന്ന് കണ്ടാലറിയാം. എന്താ? അവൾ പെട്ടെന്ന് മുഖമുയർത്തി അവനെ നോക്കി. ഒന്നുമില്ല, അവൻ മുഖം തിരിച്ചു. ലെറ്റ്സ് ഗെറ്റ് ടു വർക്ക്. ഡേവിഡ് തിടുക്കത്തിൽ പുറത്തേക്കിറങ്ങി ഗേറ്റ് തുറന്നു. സിറ്റി ഹോസ്പിറ്റൽ 3:30 PM. മാത്യൂസ് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. ജിജോയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിനയച്ചു. അവനെ ചികിത്സിച്ച ഡോക്ടർ ശരത്തിന്റെ മൊഴിയെടുക്കാൻ ഒരു പോലീസുകാരനെ ഏൽപ്പിച്ച് ശിവാനന്ദിന്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് അയാൾ വെളിയിലേക്കിറങ്ങി. ഹലോ സാർ, ഞാൻ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. കുറേ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ പയ്യന്റെ സ്കൂളിൽ പോയിരുന്നു. അവന് കുറച്ച് കൂട്ടുകാരുണ്ട്, ഒരു 3-4 പേർ. ഒറ്റ ഒരുത്തനും ഇന്ന് സ്കൂളിൽ എത്തിയിട്ടില്ല. പിന്നെ അവന്മാരെ തപ്പി ഇറങ്ങി. അതിലൊരുത്തൻ മനുവിൻ്റെ വീട്ടിലാണ് ആദ്യം പോയത്. കാരണം ജിജോയുടെ വീടിനടുത്ത് തന്നെയാണ് അവൻ്റെയും വീട്. അവിടെ നിന്ന് വിനോദ് എന്നൊരുത്തൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. മനുവിൻ്റെ അപ്പൻ്റെ പാർട്ട്ണറുടെ മകനാണ്. ഈ മുങ്ങിപ്പിള്ളേരിപ്പോൾ അവൻ്റെ കസ്റ്റഡിയിലാണ്. അവൻ്റെ ഫോൺ ഞങ്ങൾ ട്രേസ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്കമാലിയില അവൻ്റെ കാറില ജിജോനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ആ ബ്ലൂ ബെൻസ്? യെസ്. അവൻ പറഞ്ഞത് പിള്ളേർ ഓവർഡോസ് ആയപ്പോൾ അവനെ വിളിച്ചതാണത്രേ ഹെൽപ്പിന്. അവൻ രാത്രി 2 മണിക്കേറ്റ് ഇവന്മാരെ സഹായിക്കാൻ ചെന്നതാണെന്ന്. ബെസ്റ്റ്. ഇത് സ്ഥിരം പാറ്റേൺ തന്നെ സാർ. ആദ്യം ബ്ലൂ ഫിലിം കാണിച്ച് പിള്ളേരെ വശത്താക്കി. പതുക്കെ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥിരം ഇടപാട്. മറ്റേ പിള്ളേരൊക്കെ ഓക്കെ അല്ലേ? അറിയാൻ മേല സാർ. ഞങ്ങളിപ്പോൾ അങ്കമാലി എത്തി. അവനെ പൊക്കിയിട്ട് ഞാൻ സാറിനെ ഒന്നൂടെ വിളിക്കാം. ഗുഡ് ജോബ് ശിവ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. ശിവാനന്ദ് ഫോൺ കട്ട് ചെയ്തതും അടുത്ത കോൾ വന്നു. സാർ, ഞാൻ സാബു, ഷാഡോ പോലീസിൽ നിന്നാണ്. പറയൂ സാബു. ഞങ്ങൾ കുറച്ച് പേർ ഒരു മിസ്റ്റർ വാൾട്ടർ എന്നൊരാളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സാറിനറിയാമല്ലോ അല്ലേ? ശിവൻ സാർ ഏൽപ്പിച്ചതാ. ഉവ്, പറയൂ. ഒരു പെൺകൊച്ചുണ്ടായിരുന്നില്ലേ, സ്റ്റെല്ല? യെസ്. അതിനിപ്പോൾ കാണാനില്ല സാർ. വാട്ട്? അവർ ഫാമിലിയായിട്ട് വൈപ്പിനിലായിരുന്നു. വാൾട്ടർ കൂടെ ഉണ്ടായിരുന്നില്ല. അമ്മയും മോളും പിന്നെ വേറൊരാളും. ഗൈഡാണെന്ന് തോന്നുന്നു. കഴുത്തിൽ ടാഗൊക്കെ തൂക്കിയിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനെ ആ കൊച്ച് സ്പോട്ട് ചെയ്തിരുന്നു. സോ ഞങ്ങളെല്ലാം ഒരല്പം ഡിസ്റ്റൻസിലാണ് നടന്നത്. അവർ ബോട്ടിൽ കയറി അക്കരയ്ക്ക് പോയി. ഞങ്ങൾ വൈപ്പിനിൽ തന്നെ വെയിറ്റ് ചെയ്തു. പക്ഷേ 15 മിനിറ്റിനുള്ളിൽ അടുത്ത ബോട്ടിൽ ആ കൊച്ചു മാത്രം തിരിച്ചു വന്നു. കൂടെ ഇതുവരെ കാണാത്ത വേറൊരുത്തൻ, ഒരു പയ്യൻസ്. അവൻ ആ കൊച്ചിനെയും കൊണ്ട് കാറിൽ കയറി പോകുന്നത് കണ്ടു. ഞങ്ങൾ ഫോളോ ഒക്കെ ചെയ്യാൻ നോക്കിയതാ, ബട്ട് മിസ്സായി. നമ്മൾ ഈ ഓട്ടോറിക്ഷയും കൊണ്ട് BMW പിടിക്കാൻ നോക്കിയാൽ നടക്കൂലല്ലോ സാർ. വല്ല പരിചയക്കാരോ മറ്റോ ആയിരിക്കുമോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെയാ ഞങ്ങളും ആദ്യം കരുതിയേ. പക്ഷേ അരമണിക്കൂറായപ്പോഴത്തേക്കും ആ തന്തപ്പടി വാൾട്ടർ ഓടിക്കിതച്ചെത്തി. പിന്നെ അവിടെ നടന്നതെൻ്റെ സാറേ ഒന്നും പറയണ്ട. അയാളങ്ങ് വയലൻ്റ് ആയില്ലേ. കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ ഗൈഡിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വലിച്ചോണ്ട് പോണ കണ്ടു. സംഭവം ഉറപ്പാ, ആ കൊച്ചു മിസ്സിങ്ങാ. ഓക്കെ, താങ്ക് യു സാബു. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇത് സാബുവിൻ്റെ നമ്പറല്ലേ? യെസ് സാർ. ഓക്കെ, ഞാൻ വിളിക്കാം. എന്തൊരു ദിവസമാണിന്ന്. മാത്യൂസിന് തല പെരുക്കുന്നത് പോലെ തോന്നി. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. അയാൾ ഉടനെ തന്നെ വാൾട്ടറുടെ നമ്പർ ഡയൽ ചെയ്തു. യെസ് വാൾട്ടർ, ഞാൻ മാത്യൂസാണ്. മാത്യൂസ്, ഇപ്പോൾ ഒരു നല്ല സമയമല്ല. ഞാൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ താങ്കളെ തിരിച്ചു വിളിക്കാം. സ്റ്റെല്ല എവിടെ മിസ്റ്റർ വാൾട്ടർ? മാത്യൂസ് നേരെ വിഷയത്തിലേക്ക് കടന്നു. വാട്ട്? തനിക്കെങ്ങനെ? ഓ, തൻ്റെ പോലീസുകാർ ചുറ്റുമുണ്ടല്ലോ അല്ലേ? യാതൊരു പ്രയോജനമില്ലാത്ത കുറേ എണ്ണം. വാൾട്ടർ പറയൂ, സ്റ്റെല്ല എവിടെ? മാത്യൂസ് തെറ്റിദ്ധരിക്കരുത്. ഇതെൻ്റെ ഫാമിലി വിഷയമാണ്. പോലീസിന് ഇതിൽ യാതൊരു കാര്യവുമില്ല. ഇടപെടേണ്ടതാണെങ്കിൽ ഞാൻ താങ്കളെ അങ്ങോട്ട് വിളിച്ചോളാം. സുഹൃത്തെ, നിങ്ങൾ ക്ഷണിച്ചിട്ടല്ല പോലീസ് ഇതൊക്കെ അന്വേഷിക്കുക. ഷീസ് എ ഫോറിനർ. ഇവിടെ വെച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളൊക്കെ റെസ്പോൺസിബിൾ ആകും. സോ ടെൽ മീ, എന്താ പറ്റിയത് സ്റ്റെല്ലയ്ക്ക്? മിൽട്ടൺ എവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തിയോ? ഇല്ല. എന്തോ അവനാണോ സ്റ്റെല്ലയെ? ഞാൻ പിന്നീട് വിളിക്കാം മാത്യൂസ്. ജോലിയിലുള്ള നിങ്ങളുടെ ആത്മാർത്ഥത ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഒരു യുദ്ധമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. വെറുതെ കാര്യമില്ലാതെ അതിനിടയിൽ കയറി അപകടം ക്ഷണിച്ചു വരുത്തരുത്. വാൾട്ടർ ഫോൺ കട്ട് ചെയ്തു. മാത്യൂസ് ഒരു നിമിഷം നിശ്ചലനായി നിന്നു. സ്റ്റെല്ലയുടെ ഫോൺ നമ്പർ കിട്ടിയാൽ ഒരുപക്ഷെ ട്രേസ് ചെയ്യാനായേക്കും. പക്ഷേ വാൾട്ടർ സഹകരിക്കില്ലെന്ന് ഉറപ്പാണ്. അയാൾ സൈബർ സെല്ലിന് ഡയൽ ചെയ്തു. രാജേഷിനെ കിട്ടുമോ?
രാജേഷാണ് സാർ. ഒരു നമ്പർ ലൊക്കേറ്റ് ചെയ്യണം. സ്റ്റെല്ല ലെവിൻ എന്നൊരു പെൺകുട്ടിയാണ്, അമേരിക്കൻ. ഇന്നലെ രാത്രി വന്ന് ഇറങ്ങിയതാണ്. പാസ്പോർട്ട് നമ്പർ മറ്റും എൻ്റെ ഓഫീസിലുണ്ട്. ഞാൻ ഉടനെ തന്നെ. വേണ്ട സാർ, സ്റ്റെല്ല ലെവിൻ, ആളെ കിട്ടി. ഐഡിയ നമ്പറാണ്. നമ്പർ വേണോ സാറിന്? നിമിഷങ്ങൾക്കുള്ളിലാണ് രാജേഷിൻ്റെ മറുപടി. സൈബർ സെൽ വളരെയേറെ പുരോഗമിച്ചിരിക്കുന്നു. വേണം, പക്ഷേ ഇപ്പോൾ ആ ഫോൺ എവിടെയാണെന്നൊന്ന് നോക്കാമോ? പ്രശ്നമാണല്ലോ സാർ. എന്തു പറ്റി? ആ ഇൻഫർമേഷൻ ക്ലാസിഫൈഡ് ആണ്. ആരോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് മുകളിൽ നിന്ന്. നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. വാട്ട്? ആർക്കത് ചെയ്യാൻ പറ്റുക? അറിയില്ല സാർ. ക്ലാസിഫൈഡ് എന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ പ്രശ്നമാകും സാർ. സോറി. മാത്യൂസ് ആകെ അമ്പരന്ന് പോയി. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? സ്റ്റെല്ലയുടെ ഫോൺ ഇൻഫർമേഷൻ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അതാരായിരിക്കും? അയാൾ ജീപ്പിലേക്ക് കയറാൻ നോക്കിയപ്പോൾ കമ്മീഷണറുടെ കാർ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് കയറി വരുന്നത് കണ്ടു. സർ, കമ്മീഷണർ ചന്ദ്രബോസ് അടുക്കിലേക്ക് എത്തിയതും മാത്യൂസ് സല്യൂട്ട് ചെയ്തു. ഇവിടെ എല്ലാം കഴിഞ്ഞു സാർ. ഞാൻ സാറിന് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ തുടങ്ങുകയായിരുന്നു. കുറേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുകളിൽ ഒരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. മാത്യൂസ് ഒന്ന് വരൂ, എനിക്ക് പേഴ്സണലായി ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഇളവൂർ കവല, അങ്കമാലി. അതേസമയം ഹൈവേയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ഒരു ഇടവഴിയിലൂടെ ഏതാണ്ട് 400 മീറ്റർ അകലെയാണ് GPS-ൽ ആ സ്ഥലം മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു വിജനമായ സ്ഥലം. ആകെ ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂ. ഏതോ ഗോഡൗൺ ആണ്. ഭിത്തിയെല്ലാം തകര ഷീറ്റുകൾ കൊണ്ടാണ്. ഒരു വലിയ ഇരുമ്പ് വാതിലുണ്ട്. ശബ്ദമുണ്ടാക്കാതെ ബിൽഡിങ്ങിനടുത്ത് ചെന്ന ശിവാനന്ദ് ചെവി ആ വാതിലിൽ വെച്ചു. ആളുണ്ടകത്ത്. ശബ്ദം താഴ്ത്തി അത് പറഞ്ഞതിന് ശേഷം അയാൾ പുറകിലും വശങ്ങളിലുമായി ഏതാനും പോലീസുകാരെ വിന്യസിച്ചു. സാറേ, ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. ആ വിനോദ് ഒരു പഞ്ചപാവമാണ്. ഞാൻ സംസാരിക്കാം അവനോട്. മാർട്ടിൻ ഇറങ്ങി വന്നു. കയറിയിരിക്കടാ വണ്ടിയിൽ. ശിവാനന്ദ് ജീപ്പിന് നേരെ വിരൽ ചൂണ്ടി. അവൻ പാവമാണോ അല്ലയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. പോലീസുകാരെല്ലാം തയ്യാറാണെന്ന് ഉറപ്പായപ്പോൾ ശിവാനന്ദ് വാതിലിൽ തട്ടി. കുറേ നേരം കഴിഞ്ഞിട്ടും പ്രതികരണമില്ലാതെ വന്നപ്പോൾ അയാൾ അടുത്തു നിന്ന ഒരു കോൺസ്റ്റബിളിനെ കണ്ണു കാണിച്ചു. തുറക്കടാ കളെ, നിങ്ങളിതിനകത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാടാ വന്നേക്കുന്നേ. ആ പോലീസുകാരൻ ബൂട്ടിട്ട കാലുകൊണ്ട് വാതിലിൽ ശക്തിയായി ഒരൊറ്റ ചവിട്ട്. ആ കെട്ടിടം മുഴുവൻ ഒന്ന് കുലുങ്ങി. പെട്ടെന്ന് തന്നെ അകത്തുനിന്നും ആരോ കുറ്റി തുറക്കുന്ന ശബ്ദം കേട്ടു. ശിവാനന്ദ് വാതിൽ തള്ളി തുറന്ന് അകത്ത് പ്രവേശിച്ചു. ആരാടാ വിനോദ്? ഞാനാ സാർ. ആ വാതിൽ തുറന്ന ചെറുപ്പക്കാരൻ അയാൾക്ക് മുന്നിലേക്ക് നിന്നു. എന്നാ സാറേ പ്രശ്നം? മുറിയിൽ ഒരു മൂലയ്ക്കായി ഭയന്ന് വിറച്ചിരിക്കുന്നുണ്ടായിരുന്നു മനുവും മറ്റു 2 കുട്ടികളും. ശിവാനന്ദ് ചുറ്റും നോക്കി. വർഷങ്ങളായി ആളനക്കമില്ലാതെ കിടക്കുന്ന ഒരു കെട്ടിടമാണ്. തറയിൽ നിറയെ പൊടി. ആകെയുള്ള ഫർണിച്ചർ ഒരു മേശയാണ്. അതിനു മുകളിൽ ഒരു കാലിയായ ബിയർ കുപ്പി മറിഞ്ഞു കിടക്കുന്നു. മേശയ്ക്ക് മുകളിലായി തൂങ്ങിക്കിടക്കുന്ന ഒരേ ഒരു ബൾബിൻ്റെ വെളിച്ചം മാത്രമുണ്ട് മുറിയിൽ. 5-6 പോലീസുകാർ അകത്തേക്ക് കയറി പല കോണുകളിലായി നിലയുറപ്പിച്ചു. ആരാടാ മനു? ശിവാനന്ദ് ശബ്ദമുയർത്തി ചോദിച്ചു. ഞാനാ സാർ. ഒരു പയ്യൻ മൂലയിൽ നിന്നും എണീറ്റ് വന്ന് വിനോദിന് പുറകിലായി നിന്നു. ഒരുത്തനും കൂടി ഉണ്ടായിരുന്നല്ലോ, ആ ജിജോ. അവനെന്തിയേ? വിനോദും മനുവും പരസ്പരം നോക്കി. അതുപോട്ടെ, എന്നാ എല്ലാവർക്കും ഇതിനകത്തെ പരിപാടി? സാറേ, വിനോദ് നടന്നു വന്ന് ശിവാനന്ദിന് തൊട്ടു മുൻപിൽ വന്നു നിന്നു. ഞാൻ എല്ലാം പറയാം സാർ. പിള്ളേർക്കൊരു ചെറിയ അബദ്ധം പറ്റിയതാ. പിള്ളേർക്കൊന്നുമല്ല, നിന്റെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കുമാ അബദ്ധം പറ്റിയത്. എടാ ചെറുക്ക, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ചുമ്മാ സമയം മെനക്കെടുത്തരുത്. എന്നാ ഉണ്ടായെന്ന് മണിമണി പോലെ ഇങ്ങ് പറഞ്ഞു തന്നാ നിന്റെയൊക്കെ തടി കേടാവില്ല. മനസ്സിലായോ? ഞങ്ങൾ എന്നാ ചെയ്തിട്ടാ സാറേ? വിനോദിന്റെ മുഖത്ത് അത്ഭുതം. ഒക്കെ ആ ജിജോയ. അവനാ ഈ സാധനം കൊണ്ടുവന്നത്. അവൻ തന്നെ മുഴുവനും വലിച്ചു കയറ്റി അവസാനം. അതൊക്കെ എനിക്ക് മനസ്സിലായി. അതല്ല ഇവിടുത്തെ വിഷയം. ആരാ ജിജോയ്ക്ക് ഈ സാധനം എത്തിച്ചു കൊടുത്തേ? എൻ്റെ സാറേ, ആ ചെറുക്കൻ്റെ കാര്യമൊന്നും പറയണ്ട. അവനില്ലാത്ത കണക്ഷൻസ് ഇല്ല. എവിടുന്നാ എങ്ങനെയാന്നൊക്കെ അവന് മാത്രമേ അറിയൂ. അതിപ്പോൾ കഷ്ടമായിപ്പോയല്ലോ വിനോദ്. ജിജോയാണെങ്കിൽ ചത്തും പോയി. ഇനി കേസ് അങ്ങ് ക്ലോസ് ചെയ്യുകയേ വഴിയുള്ളൂ ഇല്ലേ? സാറെന്നാ സാറേ ഈ കൊള്ളിച്ച് വർത്താനം പറയുന്നേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിള്ളേരൊരു അപകടത്തിൽപ്പെട്ടെന്ന് കേട്ട് ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ച് വന്നതാ. ഇപ്പോൾ ഞാൻ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അയ്യോ, എൻ്റെ പൊന്നുമോൻ ദേഷ്യപ്പെടല്ലേ. ഞാൻ ഒന്നുകൂടെ എല്ലാം ഒന്ന് വിശദമായി ചോദിച്ചോട്ടെ. നീ പറയുന്നത് ഇന്നലെ രാത്രി കരിങ്ങാച്ചിറ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വെച്ച് ഇവന്മാർ 4 പേരും കൂടി കണ്ടുമുട്ടി.
ജിജോ ഒരു പുതിയ മരുന്ന് കൊണ്ടുവന്നു. അവൻ തന്നെ അത് മൂക്കിൽ വലിച്ചു. ഇവന്മാര് പാവങ്ങൾ വെറുതെ വെള്ളമിറക്കി നോക്കി നിന്നു. ജിജോയ്ക്ക് ഓവർഡോസായി. അപ്പോൾ ഇവന്മാര് നിന്നെ വിളിച്ചു. നീ രാത്രി 2 മണിക്ക് വണ്ടി എടുത്തുകൊണ്ട് വന്ന് ജിജോനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നിട്ട് ഈ പയ്യന്മാർ ഇനി കരിങ്ങാച്ചിറയിൽ നിന്നാൽ പോലീസ് പൊക്കിയാലോ എന്ന് പേടിച്ച് നീ ഇവരെ ഇവിടെ അങ്കമാലി കൊണ്ടുവന്ന് ഈ ഗോഡൌണിൽ ഒളിപ്പിച്ചു. ഇത്രയല്ലേ ഉണ്ടായത്? അത് തന്നെ സാർ. വിനോദിന്റെ മുഖം തെളിഞ്ഞു. ഇതാണുണ്ടായത്. ഇത്രയും ഞാൻ ചെയ്തുള്ളൂ. പടക്കം പൊട്ടുന്ന പോലെ ഒരു ശബ്ദം കേട്ടു. വിനോദ് വീണെടുത്തു നിന്നും കനത്ത പൊടിപടലമുയർന്നു. ആ കോൺസ്റ്റബിൾ അവനെ മുടിയിൽ പിടിച്ച് വലിച്ചു പൊക്കി വീണ്ടും നിവർത്തി നിർത്തി. നീ ആരാടാ? നല്ല ശമരിയക്കാരനാണോ? വഴിക്ക് കിടക്കുന്നവരെയൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ? പൊന്നുമോനെ, സത്യം പറഞ്ഞോ? എല്ലാം അറിഞ്ഞോണ്ടാ ഞാൻ ഈ ചോദിക്കുന്നത്. നീയല്ലടാ പട്ടി ഈ ഇച്ചിരിയില്ലാത്ത പിള്ളേർക്ക് ഈ സാമാനം കൊണ്ട് കൊടുത്തേ? സാർ, നിങ്ങൾ തോന്നിയാസം പറയാ. ഒരു കോൺസ്റ്റബിൾ വിനോദിന്റെ വായ്പൊത്തി. വെറുതെ ഇടിയായിരുന്നു മേടിക്കലടാ പന്നാം. ഉള്ള കാര്യം ഉള്ള പോലെ അങ്ങ് പറഞ്ഞേ നീ. അല്ലേ നീ ഈ മുറി വിട്ട് വെളിയിലിട്ട് ഇറങ്ങൂല, പറഞ്ഞേക്കാം. ആ പോലീസുകാരൻ മുട്ടുകാൽ അവന്റെ നാഭി ലക്ഷ്യമാക്കി ഓങ്ങി. നിന്റെ ബ്ലൂ ഫിലിം കച്ചവടം മുതലുള്ള സകല കാര്യങ്ങളും എനിക്കറിയാം. പിന്നെ നിനക്ക് വേറെ വലിയ മിസ്റ്റേക്കും പറ്റിയിട്ടുണ്ട്. ആ ചെറുക്കനില്ലേ ജിജോ, നീ കരുതിയ മാതിരി അവൻ ചത്തിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ അവനെ ചോദ്യം ചെയ്യുമായിരുന്നു ഞാൻ. വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് കാര്യങ്ങൾ. ഇനി നിനക്ക് രക്ഷയില്ല മോനെ. ആകെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ സാധനം നിനക്ക് തന്നവൻ ആരെന്ന് കൃത്യമായി പറഞ്ഞാൽ കൂടുതൽ തല്ല് കിട്ടാതെ നോക്കാം. താല്പര്യമുണ്ടോ? ശിവാനന്ദ് അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയാണ് ചോദിക്കുന്നത്. സാറ് 8ന്റെ പണിയരന്നു വാങ്ങുവാണ്. വിനോദ് തൻ്റെ കടവായിലൂടെ ഒലിച്ചിറങ്ങിയ രക്തം തുടച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ സ്വരം ആകെ മാറിയിരുന്നു. ആരോടെ കളിക്കുന്നതെന്ന് സാറിനറിയില്ല. ഇപ്പോൾ ഈ കേസ് വിട്ടാ സാറിന് കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത്രയും പറഞ്ഞതേ അവൻ ഓർമ്മയുള്ളൂ. ഏതൊക്കെ ദിശകളിൽ നിന്നാണ് അടി വന്നതെന്ന് മനസ്സിലായില്ല. 6-7 പോലീസുകാർ അവനെ നിലത്തിട്ട് ചവിട്ടി അരച്ചു. സിറ്റി ഹോസ്പിറ്റൽ പാർക്കിംഗ് ഏരിയ. കമ്മീഷണർ മാത്യൂസിനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. പുതിയ വല്ല പ്രശ്നവുമുണ്ടോ സാർ? ഇന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു. ആകെ പുലിവാലുകളാ. ഒന്ന് കഴിയുമ്പോൾ വേറൊന്ന്. മാത്യൂസ് അന്നുണ്ടായതെല്ലാം വിവരിച്ച് പറയാമെന്ന് കരുതിയതാണ്. പക്ഷേ കമ്മീഷണറുടെ മുഖമാകെ വല്ലാതിരിക്കുന്നു. മാത്യൂസ് പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്ന മട്ടില്ല. മത്തായി. വളരെ പതുക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ആ SI ശിവാനന്ദില്ലേ, അയാളെപ്പറ്റി എന്താ തൻ്റെ അഭിപ്രായം? മാത്യൂസ് ഒരു നിമിഷം സ്തബ്ധനായി. ഇങ്ങനെ തുടരുന്ന സംഭാഷണങ്ങൾ അപകടകരമാണ്. എന്താ സാർ പ്രശ്നം? അയാളൊരു മിടുക്കൻ ഓഫീസറാണ് സാർ. ഈ അസൈൻമെൻറ്റ് കിട്ടിയതിന് ശേഷം ഒരു സെക്കൻഡ് അയാൾ വേസ്റ്റാക്കിയിട്ടില്ല. കമ്മീഷണർ തല താഴ്ത്തി അല്പനേരം ആലോചിച്ചു. അയാൾ ഇനി ഈ അന്വേഷണത്തിൽ തുടർന്നാൽ ശരിയാവില്ലടോ. സാർ പറഞ്ഞത് മനസ്സിലായില്ല. ശിവൻ എന്തു ചെയ്തെന്നാണ്? മാത്യൂസിന്റെ സ്വരത്തിൽ ദേഷ്യത്തെക്കാളേറെ നിരാശയായിരുന്നു. അത് ഞാൻ പറയാം. അതിനു മുൻപ് കമ്മീഷണറിൽ നിന്നും ഒരു ദീർഘനിശ്വാസം മുതിർന്നു. താൻ പ്രഭാകരൻ എടത്തറ എന്നൊരാളെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഉവ് സർ. സനാതന ഗ്രൂപ്പിന്റെ. മാത്യൂസിന് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. യെസ്. അതല്ലാതെ തനിക്കയാളെ പേഴ്സണലായിട്ട് അറിയാമോ? ഇല്ല സാർ, ഞാൻ വന്നതല്ലേ ഉള്ളൂ. വലിയ താപ്പാനുകളൊക്കെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. പല്ല് കടിച്ചു പിടിച്ചാണ് അയാളത് പറഞ്ഞത്. കമ്മീഷണർക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലായി. മത്തായി, നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ് എല്ലാവർക്കും നല്ലത് കേട്ടോ. വെറുതെ വികാരം കൊണ്ടിട്ട് കാര്യമില്ല. ആ SI ഇന്ന് കാട്ടിക്കൂട്ടിയത് വല്ലതും താൻ അറിഞ്ഞോ? സാർ പറയൂ. അയാൾ ഇന്ന് രാവിലെ സനാതന റിസോർട്ടിൽ ചെന്നത്രേ. എന്തിനാ ഏതിനൊന്നും അറിയില്ല. അയാളങ്ങ് ഇടിച്ചു കയറി ചെന്നു. ഒരു പേപ്പറുമില്ല, വാറണ്ടുമില്ല. അവിടെ റിസപ്ഷനിലിരുന്ന ഒരു പാവം പെൺകൊച്ചിനെ ചുമ്മാ ഒരു കാര്യവുമില്ലാതെ കണ്ണു പൊട്ടുന്ന തെറി വിളിച്ചത്രേ. എന്തിനാ? അയാൾക്ക് അവിടുത്തെ പേഷ്യൻറ്റിൻ്റെ ഒക്കെ ലിസ്റ്റ് എടുത്ത് കൊടുക്കാത്തതിന്. എന്നിട്ട് അയാൾ അവരുടെ രജിസ്റ്ററിൽ തപ്പി ആ ഓഫീസ് ആകെ വലിച്ചു വാരിയിട്ട് നശിപ്പിച്ചു. അതും നാട്ടുകാർ മൊത്തം നോക്കി നിൽക്കുമ്പോൾ. താനെന്ന് ആലോചിച്ച് നോക്കും മത്തായി. സനാതന പോലൊരു സ്ഥാപനത്തിൽ കയറി ചെന്ന് എന്ത് SI ആന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പോലീസ് കളിക്കാൻ അവൻ അവിടെ മാത്രമേ കണ്ടുള്ളൂ. പാവം പ്രഭാകരൻ ആകെ വല്ലാതായി എന്നെ വിളിച്ചേക്കുന്നു. ഞാനും അങ്ങേരും തമ്മിൽ എത്ര കൊല്ലത്തെ ബന്ധമാണെന്നറിയുമോ? യാതൊരു ഗതിയുമില്ലാത്ത ഒരു പാവം. എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതാ ഈ കാണുന്ന റിസോർട്ടും സൗകര്യങ്ങളും ഒക്കെ എന്ന് തനിക്കറിയോ? സാർ, ഞാനാ ശിവനെ അങ്ങോട്ട് വിട്ടത്. അത് ശരി. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാ?
ആളും തരവും നോക്കാതെ ചുമ്മാ അങ്ങ് കയറി റെയ്ഡ് ചെയ്താ അതിന് കോൺസിക്വൻസസ് ഒന്നും ഉണ്ടാകില്ലേ? സാറല്ലേ ഇന്നലെ രാത്രി എന്നെ വിളിച്ചു പറഞ്ഞത് എന്ത് വില കൊടുത്തും മിൽട്ടൺ ലൂയിസിനെ പൊക്കണമെന്ന്? അതെ, അത് വേണം. അതിന് സനാതനയിൽ എന്താ? സാർ, ഒന്നാമത് സാറിനോട് പ്രഭാകരൻ ഇടത്തറ പറഞ്ഞതിൽ പാതി പച്ചക്കള്ളം. ശിവൻ അവിടെ പോയിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ അയാൾ അവിടെ ഈ ഉണ്ടാക്കിയെന്ന പ്രശ്നങ്ങൾ ഒന്നും ഞാൻ വിശ്വസിക്കില്ല. കാരണം ശിവൻ ചുമ്മാ പോയതല്ല അവിടെ. മിൽട്ടനെ പൊക്കിയിട്ടാ അവൻ അവിടെ നിന്നിറങ്ങിയത്. വാട്ട്? അതെ സാർ, മിൽട്ടൺ സനാതനയിലുണ്ട്. ദാ ഇപ്പോ വരെ. അതും മിസ്റ്റർ എടത്തറയുടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട്. അത് ശിവൻ കണ്ടെത്തിയെന്ന് മനസ്സിലാക്കിയതും പ്രഭാകരൻ സാറിനെ വിളിച്ചു. അതാ ഉണ്ടായത്. നോ മത്തായി, എന്തൊക്കെ അസംബന്ധങ്ങൾ! സാർ, ഇതാ ഈ പോലീസുകാരനെ ഒന്ന് വിളിക്കൂ. മാത്യൂസ് ഫോണിൽ ഒരു നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങി. ഇയാളിപ്പോൾ സനാതനയുടെ മുമ്പിൽ കാവലുണ്ട്. മിൽട്ടന്റെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യുകയാണ് അയാൾ. വേണ്ടടോ, കമ്മീഷണർ തടഞ്ഞു. അയാൾ ആകെ പരവശനായി കാണപ്പെട്ടു. തന്നെ എനിക്ക് വിശ്വാസാ മത്തായി. പക്ഷേ ഈ ഇടത്തറയെ പോലെ ഒരു മനുഷ്യൻ വിശ്വസിക്കാനാവുന്നില്ലടോ. എൻ്റെ ഒരു ഇളയ അനിയനെ പോലെയാ ഞാൻ അയാളെ. അപ്പോൾ താൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ മെത്തേഫെഡമീൻ ഇനി അയാളായിരിക്കുമോ ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നത്? എനിക്കതിൽ സംശയമൊന്നുമില്ല സാർ. പക്ഷേ തെളിവുണ്ടായിട്ട് നമുക്കതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതി. 30 കൊല്ലായിടോ ഞാനും അവനും. അതൊക്കെ അങ്ങനെയാ സാർ. 30 കൊല്ലമായിട്ട് സാറിന് മനസ്സിലാകാത്ത കാര്യങ്ങൾ 30 മിനിറ്റ് കൊണ്ട് ശിവൻ തപ്പിയെടുത്തോണ്ട് വരും. സാറ് നോക്കിക്കോ. ഇതുവരെ ഈ അന്വേഷണം കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത്. 100% എനിക്ക് ഉറപ്പുണ്ട്. ഇത് മിസ്റ്റർ എടത്തറയിലെ ചെന്ന് നിൽക്കുകയുള്ളൂ. കമ്മീഷണർ വിഷണ്ണനായി നിൽക്കുകയാണ്. അയാളെ ഒന്നും പൂട്ടാൻ എളുപ്പമായിരിക്കില്ലടോ. ഇനിയിപ്പോൾ നോക്കിക്കോ, തനിക്കായിരിക്കും അടുത്ത കോൾ വരാൻ പോകുന്നത്. അയാളുടെ ഒരു ബന്ധു MLA ഉണ്ട്. എൻ്റെ പൊന്നു സാറേ, അതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കരുത്. അങ്ങനെ പേടിച്ച് ഈ പണിക്ക് നിൽക്കാൻ ഞാനില്ല. എടത്തറയല്ല, അവൻ്റെ അപ്പനായാലും ഞാൻ പൂട്ടും. തൽക്കാലം ഇത് അധികം മുകളിലേക്ക് പോകാതെ സാറൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അയാളെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക് കാര്യങ്ങളൊക്കെ നിയന്ത്രണത്തിലാണെന്ന്. ശിവൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തന്നെ പൊക്കോട്ടെ. പിന്നെ എങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ആദ്യം തന്നെ നമ്മളൊരു അടിപൊളി മീഡിയ സർക്കസ് അങ്ങ് നടത്തും. പിന്നെ MLA അല്ല, വിവരമുള്ള ഒരു രാഷ്ട്രീയക്കാരനും ആ വഴി വരില്ല. ചാനലുകാർ ഒരു 2 മാസം ഇതും കൊണ്ട് നടന്നോളും. എന്നാലും കമ്മീഷണർക്ക് ഇനിയും വിശ്വസിക്കാനായിട്ടില്ല. കൈ നെറ്റിത്തടത്തിൽ അമർത്തി കണ്ണുകൾ ഇറുക്കിയടിച്ച് നിൽക്കുകയാണ് അദ്ദേഹം. ഇതേ സങ്കടം ഞാൻ ഒരിക്കൽ അനുഭവിച്ചതാ സാർ. സാറിന് ഓർമ്മയുണ്ടോ എൻ്റെ ഫ്രണ്ട് റോബിയെ? സാറിന് തിരക്കില്ലെങ്കിൽ നമുക്കൊന്നിരിക്കാം. കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വാൾട്ടർ എന്നെ കാണാൻ വന്നിരുന്നു ഇന്ന് രാവിലെ. താനൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചേര്. എനിക്കെന്തോ ഒരു സുഖം തോന്നുന്നില്ലടോ. സാറ് പേടിക്കണ്ട, ഞാൻ ശിവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മയത്തിൽ കൈകാര്യം ചെയ്യാൻ പറയാം. അവനൊരല്പം വയലന്റ് ടൈപ്പാണ്. കുറേയൊക്കെ പ്രായത്തിൻ്റെ ആയിരിക്കും. ചിലപ്പോൾ ഈ സംസാരം മാത്രമേ കാണുമുള്ളായിരിക്കും കേട്ടോ. ആള് പാവമായിരിക്കും. കമ്മീഷണർ ഒന്നും മിണ്ടാതെ തലകുനിച്ച് തൻ്റെ വണ്ടിയെ ലക്ഷ്യമാക്കി നടന്നു. 10 മിനിറ്റ് നേരത്തെ പരാക്രമത്തിന് ശേഷം പോലീസുകാർ നിർത്തി. ഒരു പഴം തുണിക്കെട്ട് പോലെയായിരുന്നു വിനോദ്. ശിവാനന്ദ് അവനെ പൊക്കിയെടുത്ത് അവിടെയുണ്ടായിരുന്ന ഒരു മേശപ്പുറത്തേക്കിട്ടു. മോനെ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഞങ്ങളേ ഈ ജാതി പെരുമാറ്റം നടത്തിയിട്ടും നിന്റെ ദേഹത്തുനിന്ന് ഒരു തരി ചോര പൊടിഞ്ഞോ നോക്കിക്കേ. മലർന്നു കിടക്കുന്ന വിനോദിന്റെ ചെവിയിലായിരുന്നു ശിവന്റെ ചോദ്യം. നല്ല പ്രൊഫഷണൽ പണിയായി ഞങ്ങളുടെ. പക്ഷേ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ടൂൾസ് എടുക്കാൻ ഞാൻ ആളെ വിടും. അതും കൂടി കഴിഞ്ഞാ ഞാൻ പറയാം സാറേ. വിനോദ് നിലവിളിയോടെ എണീക്കാനാഞ്ഞു. വേണ്ട, കിടന്നുകൊണ്ട് പറഞ്ഞാൽ മതി. ഇന്റേണൽ ബ്ലീഡിംഗ് കാണും. വേഗം പറഞ്ഞാൽ നിന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടാവും. അവൻ്റെ നെറ്റിയിലെ ഒരു വലിയ മുഴ ശിവാനന്ദിനെ ഒരല്പം അസ്വസ്ഥനാക്കാതിരുന്നില്ല. മറ്റു 3 പയ്യന്മാർ ഇതെല്ലാം കണ്ട് സ്തബ്ധരായി സംസാരിക്കാൻ പോലും ആകാതെ മുറിയിലൊരു മൂലയ്ക്ക് ഒതുങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ പറ വിനോദ്. ശിവാനന്ദ് ആ മേശയുടെ ഒരു മൂലയിലേക്കിരുന്നു. ഒരു പെണ്ണുണ്ട് സാറേ, അവളാ സ്റ്റഫിൻ്റെ ആള്. ആഹാ, കോളേജിൽ വെച്ച് ഒരു ഫ്രണ്ടാ പറഞ്ഞത്. കുറച്ച് കാശ് മുതൽ മുടക്കാനുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഉണ്ടെന്ന്. അങ്ങനെ അവൻ എനിക്ക് പെണ്ണിൻ്റെ വാട്സാപ്പ് നമ്പർ തന്നു. അങ്ങനെ പരിചയപ്പെട്ട് വിശ്വാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവൾ എനിക്ക് സാധനം എത്തിച്ചു തന്നു. ഞാനൊരു 200 ഗ്രാമൊക്കെ വാങ്ങി ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. അങ്ങനെ തുടങ്ങിയതാ. ഓക്കെ, അവളിപ്പോൾ എവിടെയുണ്ട്? അവളെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല സാർ. മെസ്സേജ് മാത്രം. ഒരു പ്രാവശ്യം മാത്രം ശബ്ദം കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അവളെ വിളിക്കരുതെന്നാണ് ഓർഡർ. ഓഹോ,
അപ്പോൾ ഈ നേരിട്ട് കണ്ടിട്ടില്ലാത്ത അവളെങ്ങനാടാ നിനക്ക് സാധനം കൊണ്ടു തരുന്നേ? ഡെലിവറിക്ക് അവൾക്ക് പിള്ളേരുണ്ട്, അവന്മാർ കൊണ്ടുതരും, നമ്മൾ കാശ് കൊടുത്താൽ മതി. ആയിക്കോട്ടെ, നമുക്കിപ്പോൾ അവളെ ഒന്ന് വിളിച്ചാലോ? ശിവാനന്ദ് എഴുന്നേറ്റു. സാറേ പ്ലീസ്, അവരെന്നെ കൊല്ലും സാറേ, ഇവർ വലിയ ടീമാ. ഞാൻ വിളിച്ച അടുത്ത നിമിഷം അവരെന്നെ കൊല്ലാൻ ആൾ വിടും. എന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാ. ഞാൻ ഈ പരിപാടി നിർത്താൻ തുടങ്ങിയതാ ഒരിക്കൽ. അപ്പോൾ അവളൊരു മെസ്സേജ് വിട്ടു, 24 മണിക്കൂറിനുള്ളിൽ എന്നെ തട്ടിക്കളയുമെന്ന്. ഞാനത് കാര്യമായിട്ടെടുത്തില്ല. പക്ഷെ അന്ന് വൈകിട്ട് തന്നെ അവരെന്നെ തട്ടിക്കൊണ്ടുപോയി. ഭാഗ്യം കൊണ്ടാ അവരെന്നെ കൊല്ലാതെ വിട്ടത്. ശിവാനന്ദ് ചുറ്റുമുള്ള തൻ്റെ സഹപ്രവർത്തകരെ നോക്കി. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ചുമ്മാ പോലീസാണെന്നും പറഞ്ഞ് നടക്കുന്നു. സാറേ, ഞാൻ ചത്തുപോകും സാറേ, പ്ലീസ് എന്നെ ഹോസ്പിറ്റലിൽ. നീ എന്തായാലും ചത്തുപോകും വിനോദ്. വലിയ കാര്യമുണ്ടായിരുന്നോ? പോലീസുകാരെ വെല്ലുവിളിച്ച എപ്പോൾ ഇടികിട്ടിയെന്ന് ചോദിച്ചാൽ പോരെ? മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതിന് സമാധാനം പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കിടപ്പ് കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? അതൊക്കെ പോട്ടെ, നിന്റെ ഫോണിങ് തന്നെ. അവൻ്റെ ഫോണിൽ മിസ്റ്ററി ലേഡി എന്ന പേരിൽ സേവ് ചെയ്തിരുന്ന നമ്പർ ശിവാനന്ദ് കുറിച്ചെടുത്തു. പിന്നെ അവൻ്റെ വാട്സപ്പ് സന്ദേശങ്ങൾ പരിശോധിച്ചു. അവളുമായുള്ള എല്ലാ സംഭാഷണങ്ങളും അവൻ നേരത്തെ ഡിലീറ്റ് ചെയ്തിരുന്നു. ശിവാനന്ദ് ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം ഫോൺ ഡയൽ ചെയ്തു. 2 റിങ്ങുകളെ വേണ്ടി വന്നുള്ളൂ. അപ്പുറത്ത് ഫോൺ എടുത്തു. വിനോദ്, തന്നോടിത് എത്ര പ്രാവശ്യം പറയണം? എനിക്കറിയാം ആ പയ്യൻ്റെ കാര്യം, ഞാൻ കേട്ടിരുന്നു. അത് പറയാൻ ഇനി വിളിക്കണ്ട. എനിക്കതിലൊന്നും ചെയ്യാനൊക്കില്ല. ഓവർഡോസായാൽ അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ? അവൾ പെട്ടെന്ന് നിർത്തി. വിനോദ്, നീ തന്നെയല്ലേ ഇത്? ഹലോ? ശിവാനന്ദിൻ്റെ ശബ്ദം കേട്ടതും ഫോൺ കട്ടായി. സൈബർ സെല്ലിനെ വിളിക്കട്ടെ സാർ? ഒരു കോൺസ്റ്റബിൾ അടുത്തു വന്നു. വേണ്ടടോ. ശിവാനന്ദിൽ നിന്നും ഒരു ദീർഘനിശ്വാസമുയർന്നു. എനിക്കറിയാം അവളെ സാർ. വിനോദ് ഞെരങ്ങി. സാറിന് ഇനിയും സമയമുണ്ട്. അവർ സാറിനെ നശിപ്പിച്ചു കളയും. വിനോദേ, ശിവാനന്ദ് അവനെ പതിയെ പിടിച്ച് താങ്ങി എഴുന്നേൽപ്പിച്ചു. എല്ലാവരും എന്നോട് പറയുന്നതാ ചെറുപ്പം മുതലേ, എന്നെ കൊല്ലും തിന്നും എന്നൊക്കെ. കേട്ട് കേട്ട് ഇപ്പോൾ എനിക്ക് മടുത്തു. ഈ പറച്ചിലല്ലാതെ ഒറ്റ ഒരുത്തൻ എൻ്റെ നേരെ നിന്നിട്ട് വേണമല്ലോ. ഇനിയിപ്പോൾ ഇതാണ് എൻ്റെ അവസാനം എന്ന് തന്നെ വെച്ചോ. എന്നാലും നിന്റെ ഈ മിസ്റ്ററി ലേഡിയല്ല, അവളുടെ മറ്റവൻ വിചാരിച്ചാലും ഞാൻ ഇതിനൊരു അവസാനം കണ്ടിട്ടേ പുറകോട്ടുള്ളൂ. മനസ്സിലായോ? ഇവനെ എന്നാ ചെയ്യണ്ടേ സാറേ? ഒരു കോൺസ്റ്റബിൾ വിനോദിനെ തൻ്റെ തോളിലേക്ക് ഏറ്റുവാങ്ങി. അവനെ കൊണ്ടായി ഒന്ന് കുളിപ്പിച്ചെടുക്ക്. നാളെ അറസ്റ്റ് ചെയ്യാം. എന്നിട്ട് മതി മെഡിക്കലൊക്കെ. നാളത്തേക്ക് ഓക്കെ ആവുമെന്ന് തോന്നണില്ല സാറേ. എന്തൊക്കെ ആവാൻ? പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഒരു ജീപ്പ് വന്നിടിക്കുകയോ മറ്റോ അല്ലേ സംഭവിച്ചത്? അല്ലേടാ? ശിവാനന്ദ് വിനോദിൻ്റെ താടി പിടിച്ചുയർത്തി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എടാ പന്ന കഴിവേറി, നീ ആ മറ്റടുത്ത വർത്താനം പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായേ? മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതിന് സമാധാനം പറഞ്ഞിരുന്നെങ്കിൽ ഈ ഇടി വല്ലവും കൊള്ളേണ്ട കാര്യമുണ്ടായിരുന്നോ? ശിവാനന്ദിന് ഒരല്പം പശ്ചാത്താപം തോന്നി തുടങ്ങിയിരുന്നു. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ പുതിയ മരുന്നും നിനക്ക് തന്ന അവൾ തന്നെയാണോ ഈ മിസ്റ്ററി ലേഡി? അതെ സാർ, ക്രിസ്റ്റൽ ആണെന്നാണ് പറഞ്ഞത്. ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സാർ. ആദ്യമായിട്ടാ ഇങ്ങനെ അപകടം വരുമെന്ന് കരുതിയില്ല സാർ. അവൻ ഏങ്ങിക്കരഞ്ഞു. ശിവാനന്ദ് മാത്യൂസിന് ഡയൽ ചെയ്തു. സാർ പറയടോ. അവനെ പൊക്കി. മരുന്നിൻ്റെ സോഴ്സും ഏതാണ്ടൊക്കെ കിട്ടിയ പോലെയാണ്. അതെങ്ങനെ? അവൻ പറഞ്ഞോ? അവൻ അറിയില്ല. ഒരു പെണ്ണാണെന്ന് മാത്രം അറിയാം. ഒരു വാട്സാപ്പ് നമ്പർ മാത്രമുണ്ട്. ഞാനതിലൊന്ന് വിളിച്ചു നോക്കി. ഒച്ച കേട്ടപ്പോഴേ എനിക്കാളെ മനസ്സിലായി. ഇന്ന് രാവിലെ കണ്ടതാ അവളെ. പാർവതി, സനാതനയിലെ മാനേജറാ. സാറ് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. പ്രഭു സാറ് തന്നെ ആയിരിക്കണം ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി? നമുക്ക് നേരെ ചെന്ന് അവളെ പൊക്കാൻ പറ്റില്ല. തെളിവില്ലാതെ എന്തു ചെയ്താലും അപകടമാണ്. അതാണ്, നമുക്കൊരു കാര്യം ചെയ്യാം. ആ ചെറുക്കൻ കുറ്റം സമ്മതിച്ചില്ലേ? അവനെ നേരെ മെഡിക്കലിന് കൊണ്ടുപോയി. അവനെ ഇപ്പോൾ മെഡിക്കലിന് കൊണ്ടുപോകാൻ പറ്റിയ പരുവമല്ല സാർ. ശിവാനന്ദ് പരുങ്ങി. ബെസ്റ്റ്. എടോ കോപ്പേ, തനിക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ആ കമ്മീഷണറുടെ കാല് പിടിച്ചേച്ച് വരുക. എന്താ ശിവ ഇങ്ങനൊരു ഉത്തരവാദിത്തമില്ലാതെ? ഒന്നുമില്ലേലും ഒരു കുഞ്ഞു കൊച്ചിൻ്റെ ജീവൻ എടുത്തതല്ലേ സാർ. സഹിക്കാൻ പറ്റുമോ? സാറ് പേടിക്കണ്ട. നമുക്ക് നാളെ തന്നെ അവനെ അറസ്റ്റ് ചെയ്യാം. കാര്യമായ പരിക്കൊന്നുമില്ല. ഓക്കെ, ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നമ്മൾ ഈ കേസ് കണ്ടിന്യൂ ചെയ്യുന്നില്ല കേട്ടോ. നമുക്കിനി ആ മിൽട്ടനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. എന്തായാലും അവൻ വഴിയാണല്ലോ സാധനം ഇന്ത്യയിലെത്തിയത്. ഓക്കെ സാർ.
പിന്നെ അതിനേക്കാളും അത്യാവശ്യമായി വേറൊരു വിഷയം. ആ വാൾട്ടറുടെ മോളിലെ സ്റ്റെല്ല, അവൾ മിസ്സായത്രേ. വാട്ട്? ഏതോ ഒരു പയ്യൻ അവളെ വിളിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയെന്നാണ് കേട്ടത്. കാറിൻ്റെ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഫേക്ക് നമ്പറാ. ഗ്രേ കളർ BMW X2 ആണ് വണ്ടി. ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത്. ഇതെന്ത് ദിവസമാണ് ഇത്? ശിവൻ പല്ലിറുമി. ഞാൻ നോക്കട്ടെ സാർ. വാൾട്ടറുമായിട്ട് പിന്നെന്തെങ്കിലും? അയാൾ സഹകരിക്കുന്നില്ല. പോലീസ് ഇതിലിടപെടേണ്ട എന്നാണ് പറഞ്ഞത്. നന്നായി, ഞാൻ വിളിക്കാം സാർ. ശിവാനന്ദ് ഫോൺ കട്ട് ചെയ്തു. അന്നു വൈകിട്ട് 7:30 പിറവത്തുള്ള ഡേവിഡിന്റെ ഒളിത്താവളം. സ്റ്റെല്ല കണ്ണു തുറന്നപ്പോൾ തന്റെ തൊട്ടടുത്ത് തന്നെ പുഞ്ചിരി തൂകിയിരിക്കുന്ന ആ യുവതിയെ കണ്ട് അമ്പരന്നു. ആരാണിത്? സ്റ്റെല്ലയ്ക്ക് മാസ്കില്ലാതെ കണ്ടപ്പോൾ മനസ്സിലായില്ലല്ലേ? നതാലിയ അവളുടെ കവിളിൽ തലോടി. യു ബീച്ച്! ചാടി എണീക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. തൻ്റെ കൈകാലുകൾ ബെഡിനോട് ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ്. സ്റ്റെല്ലയ്ക്ക് പരിഭ്രാന്തയാകാനും വയലൻ്റ് ആകാനും കരയാനും എല്ലാം ഞാനൊരല്പം സമയം തരാം. അത് കഴിഞ്ഞ് എല്ലാം ശാന്തമായി കഴിയുമ്പോൾ ഞാൻ ഈ കെട്ടഴിക്കാം, കേട്ടോ? ഹൂ ദ ആർ യു? സ്റ്റെല്ല ചീറി. അയ്യേ, ചെറുപ്പം പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ഭാഷ പറയാൻ പാടുണ്ടോ? നതാലിയുടെ മുഖത്ത് വാത്സല്യമായിരുന്നുവെന്ന് തോന്നി. ഓക്കെ, ഞാൻ പ്രശ്നമുണ്ടാക്കുന്നില്ല. സ്റ്റെല്ല പെട്ടെന്ന് തന്നെ ശാന്തിയായി. അറ്റ്ലീസ്റ്റ് എന്തായി നടക്കുന്നത് എന്നൊന്ന് പറയൂ പ്ലീസ്. എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്? പണത്തിന് വേണ്ടിയാണോ? ഒരിക്കലുമല്ല സ്റ്റെല്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരു ഉദ്ദേശവുമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഇൻഫർമേഷനാണ്. എന്ത് ഇൻഫർമേഷൻ? നിന്റെ പപ്പയെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ സിദ്ധികളെപ്പറ്റി. അവസാന ഭാഗം പറഞ്ഞപ്പോൾ നതാലിയ കുലുങ്ങിച്ചിരിച്ചു. നിങ്ങളാരാ? ഓ, അതിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. പക്ഷേ സ്റ്റെല്ല ഇന്ത്യ വിടും മുമ്പ് ഞാൻ തന്നെ എല്ലാം പറഞ്ഞു തരാം, ഐ പ്രോമിസ്. പക്ഷേ ഇപ്പോൾ സ്റ്റെല്ല എന്നെ ഹെൽപ്പ് ചെയ്യണം. ആദ്യമായിട്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തരണം. നിന്റെ പപ്പ എന്തിനാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്? എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. വെക്കേഷന് വന്നതല്ലെന്നുറപ്പാണ്. പക്ഷെ വേറെ എന്തുദ്ദേശമാണെന്ന് എനിക്കറിയില്ല. നതാലിയ കുറേ നേരം അവരുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയിരുന്നു. സ്റ്റെല്ല പറഞ്ഞത് സത്യമാണ്. കണ്ണുകൾ കള്ളം പറയില്ല. പോരാത്തതിന് ജീവനുള്ള ഒരു ലൈ ഡിറ്റക്ടറാണ് നതാലിയ. അവൾ സാവധാനം എഴുന്നേറ്റ് ബെഡിലെ ആ കെട്ടുകൾ അഴിച്ചു മാറ്റാൻ ആരംഭിച്ചു. കൈകാലുകൾ സ്വതന്ത്രമായതും സ്റ്റെല്ല ചാടി എഴുന്നേറ്റു. സ്റ്റെല്ല, മണ്ടത്തരമൊന്നും കാണിക്കരുത്. 7 ബ്ലാക്ക് ബെൽറ്റുകളുണ്ട് എനിക്ക്. പോരാത്തതിന് ദാ ഇതും. അവൾ തൻ്റെ ജീൻസിൻ്റെ മുൻ പോക്കറ്റുകളിൽ ഒന്നിൽ തള്ളി നിൽക്കുന്ന പിസ്റ്റൾ ചൂണ്ടിക്കാണിച്ചു. എൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നീ എങ്ങനെ ശ്രമിച്ചാലും തൽക്കാലം നടക്കാൻ പോകുന്നില്ല. ഡേവിഡ് എവിടെ? എനിക്ക് കാണേണ്ടത് ആ ചതിയനാണ്. ഓ! നതാലിയ മനോഹരമായി പുഞ്ചിരിച്ചു. അയാൾ ചതിയനൊന്നുമല്ല സ്റ്റെല്ല. അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കൊള്ളും. എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. എല്ലായിടത്തും ഇതുതന്നെയാണ് വിധി. സീക്രട്സ്. ആരും ഒന്നും തുറന്നു പറയാറില്ല എന്നോട്, ഈവൻ എൻ്റെ പാരൻസ് പോലും. സോറി സ്റ്റെല്ല, എല്ലാം അവസാനം തെളിഞ്ഞു വരും. അന്ന് നിനക്ക് സന്തോഷമാകും. സ്റ്റെല്ല വാതിലിന് നേരെ ഏറുകണ്ണിട്ട് നോക്കി. വേണ്ട കുട്ടി, മണ്ടത്തരം കാണിക്കല്ലേ. നതാലിയ അവളുടെ തോളിൽ പിടിച്ച് ബെഡിലേക്കിരുത്തി. ഇപ്പോൾ സ്റ്റെല്ല ഏറ്റവും സേഫായ ഒരിടത്താണ്. ഇവിടെ നിനക്കൊരു അപകടവും വരില്ല. ട്രസ്റ്റ് മീ. നതാലിയ അത് പറഞ്ഞു തീർന്നതും പുറത്ത് ഹാളിൽ കോളിംഗ് ബെൽ മുഴങ്ങി. അവൾ പെട്ടെന്ന് ജാഗരൂകയായി. സ്റ്റെല്ല, പ്ലീസ് സ്റ്റേ ഹിയർ. ഞാനത് ആരാണെന്ന് നോക്കിയിട്ട് വരാം. ചിലപ്പോൾ ഡേവിഡ് ആയിരിക്കും. പുറത്തേക്കിറങ്ങിയ നതാലിയ ബെഡ്റൂമിൻ്റെ വാതിലടച്ച് പുറത്തുനിന്നും ലോക്ക് ചെയ്തു. പിന്നീട് മുൻ വാതിലിനരികിൽ ചെന്ന് അവൾ പീപ്പ് ഹോളിലൂടെ നോക്കി. അജാനബാഹുവായ ഒരുത്തനാണ് മുമ്പിൽ നിൽക്കുന്നത്. അവന് പുറകിൽ കാർപോർച്ചിൽ വേറൊരുത്തൻ കൂടെയുണ്ട്. മുമ്പിൽ നിന്നവൻ ഒരിക്കൽ കൂടി കോളിംഗ് ബെൽ അമർത്താനായി തിരിഞ്ഞതും അവൾ ചോദിച്ചു, ഹു ഇസ് ദെയർ? അതെ, ഞങ്ങൾ പ്രഭാകരൻ മുതലാളി പറഞ്ഞേച്ച് വരുക. ഒരു കാര്യം പറയാനുണ്ട്. പുറത്തു നിന്നവൻ മലയാളത്തിൽ പറഞ്ഞത് നതാലിയയ്ക്ക് മനസ്സിലായില്ല. അവൾ ജീൻസിൻ്റെ പോക്കറ്റിലെ പിസ്റ്റൾ അല്പം കൂടി പുറത്തേക്ക് വലിച്ചു വെച്ചു. കാൽവണ്ണയോട് ചേർത്ത് ടേപ്പ് ചെയ്തിരിക്കുന്ന മിലിറ്ററി ഗേജ് കത്തിയും അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. വാതിൽ തുറന്നതും ആ മനുഷ്യൻ തിടുക്കത്തിൽ അകത്തേക്ക് കയറാനായി. 1 സെക്കൻഡ്, അങ്ങനെ അങ്ങ് കയറിയാലോ? ഹൂ ആർ യു? അവൾ വാതിലിൽ നിന്നുകൊണ്ട് തന്നെ അയാളെ തടഞ്ഞു. ഡേവിഡ് എന്തിയേ? ഡേവിഡ് ഈസ് നോട്ട് ഹിയർ. താങ്കൾ ആരാണെന്ന് പറയൂ ആദ്യം. അതെ, ഞാൻ പറഞ്ഞല്ലോ, പ്രഭാകരൻ മുതലാളി പറഞ്ഞിട്ട് വരികയാണ്. ആ കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. പ്രഭാകർ? വാട്ട് പ്രഭാകർ? എനിക്ക് നിങ്ങളുടെ ഭാഷ മനസ്സിലാകുന്നില്ല മിസ്റ്റർ.
ജോബിച്ചായ പുറത്തു നിന്നവനും സിറ്റൗട്ടിലേക്ക് കയറി വന്നു. ഈ പെണ്ണുമ്പിള്ള മലയാളിയല്ലെന്നേ കണ്ട അറിയാൻ മേലേ. അപ്പോൾ എളുപ്പായി, കൊച്ചങ്ങ് നീങ്ങി നിന്നേ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്രഭാകരൻ മുതലാളിയെ വിളിച്ചു ചോദിച്ചാൽ മതി. അയാൾ നതാലിയെ തള്ളിമാറ്റി അകത്തേക്ക് കയറി. എന്നാൽ കൈ പുറകോട്ട് വലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് താനൊരു കത്രികപ്പൂട്ടിലേക്കാണ് കൈ വെച്ച് കൊടുത്തതെന്ന് അയാൾക്ക് മനസ്സിലായത്. വിടടി എന്നെ! അയാൾ കുതിറും തോറും പിണച്ചു വെച്ചിരുന്ന നതാലിയുടെ കൈകൾ മുറുകി വന്നേയുള്ളൂ. ഒടുവിൽ രക്ഷയില്ലെന്ന് കണ്ട അയാൾ ഇടതു കൈകൊണ്ട് തൻ്റെ അരയിൽ പരതുന്നത് കണ്ടതും നതാലിയ തൻ്റെ ഒരു കാലുയർത്തി അയാളുടെ തലയ്ക്ക് മുകളിലൂടെ ചുഴറ്റി അസാമാന്യ മെയ്വഴക്കത്തോടെ അയാളുടെ പുറകിലെത്തി. അപ്പോഴേക്കും അയാളുടെ കൈ പരമാവധി മടങ്ങി അയാളുടെ പിൻഭാഗത്തോട് ചേർന്നിരുന്നു. വേദന കൊണ്ട് അയാൾ അലറി. അടുത്ത നിമിഷം അയാളെ ശക്തിയായി മുൻപോട്ട് തള്ളിയ അവൾ കാലുകൾ രണ്ടും പുറകോട്ട് തട്ടിയിട്ടു. ജോബിച്ചായൻ മുഖമടച്ച് താഴെ ഗ്രാനൈറ്റ് പാകിയ നിലത്തേക്ക് വീണു. ഇത്രയും സംഭവ വികാസങ്ങൾ ഏതാണ്ട് 2 സെക്കൻഡുകൾക്കുള്ളിൽ നടന്നു. കൂടെ വന്നവന് ചിന്തിക്കാൻ പോലും അവൾ സമയം കൊടുത്തില്ല. കമിഴ്ന്നു കിടന്ന ജോബിയുടെ മടങ്ങിയ കൈ അവൾ ചവിട്ടി മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. അയാൾ ഇനി ഒന്നനങ്ങിയാൽ ആ കൈ ഒടിയും. യു! അവൾ മറ്റവന്റെ നേരെ വിരൽ ചൂണ്ടി. പോയി ആ സോഫയിലിരിക്കെ. എന്നാൽ അയാൾ അത് ശ്രദ്ധിച്ച മട്ടില്ല. അയാളും അരയിലെന്തോ പരതുകയാണ്. നതാലിയ നിന്ന നിൽപ്പിൽ ഒന്ന് കുനിഞ്ഞ് തൻ്റെ മുട്ടുകാലുകളിൽ കൈയമർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്തു. അവളുടെ കൈത്തണ്ടയിലെ പേശികളെല്ലാം വലിഞ്ഞു മുറുകിയത് കാണാമായിരുന്നു. നിവർന്നപ്പോൾ അവളുടെ വലം കൈയിൽ ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അത് അവളുടെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ തോന്നി അയാൾക്ക്. എന്താ നിന്റെ പേര്? നതാലിയുടെ മുഖത്ത് ഇപ്പോൾ പൂർണ്ണ ഗൗരവം. പ്രഭാകരൻ സാറ് പറഞ്ഞിട്ടാ ഇവിടെ വന്ന് ഡേവിഡിനെ. ഷട്ടപ്പ്! നിന്റെ പേരാണ് ഞാൻ ചോദിച്ചത്. അതുപോലും മനസ്സിലാവില്ലേ നിനക്കൊന്നും? അപ്പോഴാണ് അയാൾക്ക് അവളുടെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായത്. ഞാൻ രവി, ശവിരവി എന്ന് പറയും. അയാൾ 2 കൈകളും ഉയർത്തി. വെടിവെക്കല്ലേ പെങ്ങളെ, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും വേണ്ട, ഒക്കെ മുതലാളി പറഞ്ഞു തരും. ആ മിൽട്ടണും പ്രഭാകരൻ മുതലാളിയും തമ്മിൽ തെറ്റി. അതുകൊണ്ടാ ഈ കൊച്ചിനെ പിടിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു വിട്ടെ. ഉച്ച മുതൽ ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യുമായിരുന്നു. നിന്ന നിൽപ്പിൽ തന്നെ നതാലിയ ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഡേവിഡിന് ഡയൽ ചെയ്തു. ഹലോ നതാലിയ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. ഒരു സ്കൂൾ കുട്ടി ഓവർഡോസായി മരിച്ചത്രേ. അതിൻ്റെ പേരിൽ മിൽട്ടണും മിസ്റ്റർ പ്രഭാകരനും തമ്മിൽ തെറ്റി. മിൽട്ടൺ ഇനി അയാളുമായി ബിസിനസ്സിനില്ലെന്ന് പറഞ്ഞ് സനാതനയിൽ നിന്നിറങ്ങി. ഇപ്പോൾ അയാൾ മിസ്സിങ്ങാ. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പ്രശ്നം അതല്ല. പ്രഭാകരൻ സ്റ്റെല്ലയെ അയാളെ ഏൽപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സ്റ്റെല്ലയെ വെച്ച് മിൽട്ടണുമായി ബാർഗെയിൻ ചെയ്യാനായിരിക്കും. അയാളുടെ ആളുകൾ ചിലപ്പോൾ അവിടെ എത്തിയേക്കും. അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നത്രേ. അപ്പോൾ നമ്മൾ 2 പേർക്കും ഒരേ പ്രശ്നമാണ്. നതാലിയ ചിരിച്ചു. 2 പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു മിസ്റ്റർ രവിയും പിന്നെ വേറൊരുത്തിനും. യാതൊരു കാരണവശാലും സ്റ്റെല്ലയെ വിട്ടുകൊടുക്കരുത്. അവന്മാരൊക്കെ പക്കാ ഗുണ്ടകളായിരിക്കും. ഇവന്മാരെ ഓർത്ത് വിഷമിക്കേണ്ട. ഡേവിഡിനി ഇങ്ങോട്ട് പോരെ. സംഭവം ആകെ കുഴഞ്ഞു മറിയുകയാണല്ലേ. ഞാൻ പ്രഭാകരൻ്റെ ആളാണെന്നാണല്ലോ മിൽട്ടൻ്റെ വിചാരം. അതായിരിക്കും ഫോൺ എടുക്കാത്തത്. പാവം ഇപ്പോൾ സ്റ്റെല്ലയെ ഓർത്ത് വിരളി പിടിച്ച് നടക്കുന്നുണ്ടാവും. സ്റ്റെല്ല കയ്യിലില്ലാതെ വാൾട്ടറിനെ വിളിക്കാനും പറ്റില്ലല്ലോ. പിന്നെ വേറെയും ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസ് ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. നതാലിയ വീണ്ടും ചിരിച്ചു. ഫോക്സ് ട്രൈഡർ നാളെ ഉച്ചയ്ക്ക് കേരളത്തിൽ ലാൻഡ് ചെയ്യും. വാഷിങ്ടണിൽ നിന്ന് സ്പെഷ്യൽ ഫ്ലൈറ്റാ. ഓ, ഇനി അയാളുടെയും കൂടി ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നതാലിയ ചിരിയോടെ തന്നെ ഫോൺ കട്ട് ചെയ്തു. സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്തെല്ലാം അവളുടെ കണ്ണുകളിൽ രവി തന്നെയായിരുന്നു. എന്നാൽ ഫോൺ തിരിച്ച് പോക്കറ്റിലേക്ക് താഴ്ത്താൻ നേരത്ത് ഒരു നിമിഷം അവളുടെ ശ്രദ്ധ ഒന്ന് മാറി. ഒരു വന്യമൃഗത്തെ പോലെ രവി നതാലിയുടെ മേലിലേക്ക് ചാടി വീണു. ബലിഷ്ഠമായ തൻ്റെ കൈകൾ കൊണ്ട് അവളെ ഇറുക്കിപ്പിടിച്ച അവൻ അവളെ പൊക്കിയെടുത്ത് ജോബിയെ സ്വതന്ത്രനാക്കി. ബന്ധപ്പെട്ട് നിവർന്ന ജോബി കൈ നിവർത്തിയപ്പോൾ വേദന കൊണ്ട് അലറിപ്പോയി. ഒടുവിൽ കൈകൾ പലവട്ടം ഉയർത്തിയും താഴ്ത്തിയും ചലനശേഷി വീണ്ടെടുത്ത അയാൾ തൻ്റെ അരയിൽ നിന്നും ഒരു പഴഞ്ചൻ റിവോൾവർ വലിച്ചെടുത്തു. നതാലിയുടെ ഇടത് കണ്ണിന് നേരെ ആ തോക്ക് ചൂണ്ടി അയാൾ ചുവടുവെച്ചു. തോക്ക് മുഖത്തോട് മുട്ടിയപ്പോൾ തുരുമ്പിൻ്റെയും എന്തോ എണ്ണയുടെയും രൂക്ഷഗന്ധം അവളുടെ മൂക്കിൽ തുളഞ്ഞു കയറി. ജോബിച്ച, ഭയങ്കര ഒച്ചയുണ്ടാകും. വാതിലങ്ങ് ശരിക്ക് ചാരിയിട്ട് മതി, രവി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ജോബി തിരിഞ്ഞ് വാതിലിന് നേരെ നടന്നു. നതാലിയ കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. വാട്ട് എ ബഞ്ച് ഓഫ് ഇഡിയറ്റ്സ്. അവളുടെ ചിരി കേട്ട് ജോബി ഞെട്ടിത്തിരിഞ്ഞതും